പഞ്ചായത്ത് തിരിച്ച് മുനിസിപ്പാലിറ്റി തിരിച്ചുള്ള കണക്കുകളാണ് തന്നത്. 1638 വോട്ടുകൾക്ക് നിലമ്പൂരിൽ എം സ്വരാജ് വിജയിക്കും എന്നുള്ളതാണ് അവരുടെ കണക്കുകൂട്ടൽ. അതിനവർ ആധികാരികമായി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ അവരുടേതെന്ന് കരുതുന്ന വോട്ടുകൾ 90% അവർക്ക് പോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഈ 1638 വോട്ടുകൾ എന്ന് പറയുന്ന ലോജിക്കാണ് ഞാൻ ഈ പറയുന്നത്. 2, UDFിൻ്റെ 75% വോട്ടുകളും അവർക്ക് പോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലോജിക്കായിട്ട് അവർ പറയുന്നത്. എന്നിട്ട് സംശയമുള്ള മുഴുവൻ വോട്ടർമാരെയും അവരിതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് സംശയമുള്ള മുഴുവൻ വോട്ടർമാരും യുടെയും കണക്ക് LDFിൻ്റെ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതെപ്പോൾ മുതലാണ് തുടങ്ങിയെന്ന് വെച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പ്, ഈ 2 ഉപതെരഞ്ഞെടുപ്പുകളിലും CPMൻ്റെ കണക്ക് കൂട്ടൽ കൃത്യമായിരുന്നു. CPMൻ്റെ പാർട്ടിക്കുള്ളിൽ നമുക്കിപ്പോൾ ഇന്ന് കിട്ടിയ ഷീറ്റ് പോലെ പാർട്ടിക്കുള്ളിൽ സർക്കുലേറ്റ് ചെയ്ത ഷീറ്റിൽ 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നുള്ളതായിരുന്നു പാർട്ടിയുടെ വിലയിരുത്തൽ. അന്ന് പക്ഷേ ആരും അത് പ്രത്യക്ഷത്തിൽ അംഗീകരിച്ചിരുന്നില്ല. 3ാം സ്ഥാനത്ത് തന്നെയായിരുന്നു പാർട്ടിയുടെ വിലയിരുത്തൽ. പാലക്കാട് വളരെ കൃത്യമായി ഇത് സംഭവിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ, ചേലക്കരയുടെ കാര്യത്തിൽ വിജയിക്കുമെന്നായിരുന്നു, 10,000-ന് മുകളിൽ ഭൂരിപക്ഷം കിട്ടുമെന്നായിരുന്നു, അതും കൃത്യമായി സംഭവിച്ചു. അതേ മെത്തഡോളജിയിലാണ് CPM ഈ കണക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന് 50% സംശയമുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ തങ്ങൾക്ക് കിട്ടിയ വോട്ടുകൾ മാത്രമേ അവർക്ക് ഇതിനകത്ത് ക്രോഡീകരിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് CPM പ്രവർത്തകർ പറയുന്നൊരു ആത്മവിശ്വാസം. പക്ഷേ